ഇതാ നീ പറഞ്ഞില്ല എന്റെ ഏറ്റവും വലിയ കൺസേൺ പ്രൊഡക്റ്റ് ഇങ്ങനെ പ്രൈസിങ് ചെയ്യാൻ അറിയാത്തന്നുള്ളത്. ഇത് എനിക്ക് മാത്രമല്ല പലർക്കുള്ള കൺസേൺ ആണ്. പൊതുവെ ആൾക്കാർ പ്രൊഡക്റ്റ് പ്രൈസിങ് ചെയ്യണത് രണ്ട് രീതിക്കാണ്. ഒന്നാമത്തത് വളരെ ലോ ആയിട്ട് പ്രൈസിങ് ചെയ്യും, പിന്നുള്ളത് ഭയങ്കര ഹൈ ആയിട്ട് പ്രൈസിങ് ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ലോ ആയിട്ട് പ്രൈസിങ് ചെയ്ത് കഴിഞ്ഞാല് ആൾക്കാരുടെ മനസ്സിൽ നമ്മളെ പ്രൊഡക്റ്റ് ഒരു ചീപ്പ് പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ അത് നമ്മളെ സെയിൽസിനെ ബാധിക്കും. മറിച്ച് എന്താ ഹൈ പ്രൈസിങ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മനസ്സിൽ വരും ഇത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇത് ഭയങ്കര പ്രൈസിങ് കൂടുതലാണെന്നുള്ള ഒരു ചിന്ത വരും. അപ്പൊ ആക്ച്വലി എങ്ങനെ പ്രൈസിങ് ചെയ്യും? ഞാൻ പറയും വാല്യൂ ഫോർ മണിയായിട്ട് പ്രൈസിങ് ചെയ്യാൻ. എങ്ങനെയാണ് വാല്യൂ ഫോർ മണിയായിട്ട് പ്രൈസിങ് ചെയ്യാം? ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇറക്കി കഴിഞ്ഞാൽ അത് ഞാൻ സെല് ചെയ്യുമ്പോൾ എനിക്കൊരു നഷ്ടം ഉണ്ടാവാൻ പാടില്ല, എനിക്ക് അതിന് പ്രോഫിറ്റ് ഉണ്ടാവണം. വാങ്ങുന്ന നിനക്ക് അത് ഒരു ഗുണം ഉണ്ടാവണം. എനിക്ക് തോന്നണം അതെനിക്ക് വാങ്ങിയോണ്ട് എനിക്ക് ലാഭം ഉണ്ടായെന്നുള്ളത്. അതിനെയാണ് വാല്യൂ ഫോർ മണി എന്നുള്ള പറയാം. ഒരു ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണക്ക് പ്രകാരം ഇത് പറയാൻ പറ്റില്ല, പക്ഷെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മൾ പ്രൊഡക്റ്റിന്റെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കോസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ 30% നമ്മൾ പ്രോഫിറ്റ് ആക്കിയിട്ടിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഇപ്പൊ ഒരു 10 രൂപയാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ ഒരു 3 രൂപ അതിന്റെ 30% എന്ന് പറയുമ്പോൾ 3 രൂപ 3 രൂപ കൂട്ടിയിട്ട് 13 രൂപ പ്രൊഡക്റ്റ് സെല് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് സ്മൂത്ത് ആയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊഡക്റ്റ് പ്രൈസിങ് ചെയ്യുമ്പോൾ ഒരു പെർസെന്റേജ് കണക്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എത്ര രൂപ സെല് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ കമ്പനി ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷൻ നമുക്ക് വേണം. എന്നിട്ട് ആ കാൽക്കുലേഷനുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആക്കിയിട്ടിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യുക.